നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 30/2021 ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി 10 AM നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇത് 2021 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് LGSന്റെ പ്രിലിംസിനും കമ്പനി ബോർഡ് LGS പ്രിലിംസ്, മെയിൻസ്, VFA, ബെവ്കോ, LD ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനം തെക്കു ഭാഗത്താണ് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ അത് ത്രികോണാകൃതിയാണ്. ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി, അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കേട്ടോ. പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് പെരിയാർ, സിന്ധു, താപ്തി. എന്നാൽ ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? ഗീതു മോഹൻദാസ് ആണ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? നിവിൻ പോളിയാണ് കേട്ടോ. ഇതിന്റെ കറണ്ട് അഫെയർ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി. 2020 ഒക്ടോബർ 15 അന്തരിച്ചു. ഇതൊരു വേറെ ചോദ്യമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് എപ്പോന്ന് ചോദിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 15 അദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതാ സമാഹാരം ഏതാണ്? അത് ഒരു വെർജീനിയൻ വെയിൽക്കാലമാണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏത്? നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിലാണ് മികച്ച ചിത്രവും മികച്ച സംവിധാനവും നേടിയ ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ജലസമാധിയാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറാണ്. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയെ ഏത് പേരിൽ അറിയപ്പെടും? ഉച്ചരിത വൃഷ്ടി എന്ന് അറിയപ്പെടുന്നു. ഏതാണ്? ഉച്ചരിത വൃഷ്ടി എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിന്റെ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? അത് പ്രിയങ്ക ചോപ്രയാണ്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാതാ ചൗക്ക് ആണ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല. ഇന്ത്യക്ക് പുറത്താണ് ഒരു സർവകലാശാല സ്ഥാപിതമായത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലോസ് ആഞ്ചൽസിലാണ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. ലോക ഭാഷകളെ പറ്റിയിട്ടുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച യത്തലോക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യത്തിന്റെ തലവൻ. 2020 അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ട്രംപിന്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ജവഹർലാൽ നെഹ്റു ആകുമ്പോൾ എപ്പോഴും ശാന്തിവനം ട്ടോ. ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്തിലാണ്? നീലം കലാപം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി
ഏതായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു അല്ലേ? സ്ഥിരം അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആര്? സച്ചിദാനന്ദ സിൻഹ. സച്ചിദാനന്ദ സിൻഹ. എന്നാൽ സ്ഥിരം അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഒന്നാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആ സമയത്ത് ഉപരാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഉപരാഷ്ട്രപതി. എന്നാൽ രണ്ടാമത് അദ്ദേഹം ഉപരാഷ്ട്രപതി ആരായി? എന്തായി? പ്രസിഡന്റ് ആയിട്ട് മാറി അല്ലേ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് മാറി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, സംസ്ഥാനമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 93 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അത് എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ആകാതിരുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇല്ലേ, ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമം വഴി സ്ഥാപിതമായതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നത്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പോർച്ചുഗീസ് ശക്തിയാണ് യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാണ്? 1600-ലാണ് അല്ലേ? ആ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ഇന്നലെ 1858 ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൽ ഹേസ്റ്റിംഗ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത്. ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചു. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാലും വാറൽ ഹേസ്റ്റിംഗിന്റെ കാലത്താണ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ് മൗലിക അവകാശം അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അതും ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്, മൗലിക അവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് എന്താണ്? വോട്ടവകാശം എന്താണ്? വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അവകാശം അല്ലേ, അതൊരു മൗലിക അവകാശം, മൗലിക സ്വാതന്ത്ര്യം ഒന്നും അല്ല. അപ്പൊ ആൻസർ ഏതാ? ഇതൊന്നുമല്ല. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? മൗലികാവകാശങ്ങളുടെ പേരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പൗരന്മാരുടെ മേൽ ആർക്കാണ്? പാർലമെന്റിന് തന്നെയാണ് അധികാരം. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? മാസ്റ്റർ വീവർ എന്ന് പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ കൈത്തറിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തനിമ, കൃതിക. ഏതാണ്? തനിമയും കൃതികയും കൈത്തറി ഉൽപ്പന്നങ്ങളാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാ? പള്ളിവാസൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1940-ലാണ് പള്ളിവാസൽ പദ്ധതി നിലവിൽ വരുന്നത്. ഏത് നദിയിലാണ്? മുതിരമ്പുഴയിലാണ് കേട്ടോ. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? 1972. 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലം 744 NH 744 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്?
തിരുമംഗലം കൊല്ലമാണ്. ഏതാണ്? തിരുമംഗലം കൊല്ലം. ഡിണ്ടിഗൽ കൊല്ലം നമ്മൾ പറഞ്ഞു ഇന്നലെ അല്ലേ? അതിന് ഏതാ പഠിച്ചേ? 744 തിരുമംഗലം കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിതമായത്, അഞ്ചുതെങ്ങ് കോട്ട 1695, അഞ്ചുതെങ്ങ് കലാപം 1697. 2 വർഷത്തെ വ്യത്യാസം ട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ. പഴശ്ശി കലാപ സമയത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എന്ത് ചെയ്തു? തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരാണ്? വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തണമെങ്കിൽ ആ സൈനികൻ അത്രയും ശക്തനായിരിക്കണം അല്ലേ? ആരാണ്? കേണൽ ലീക്കർ ആണ്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആര്? ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വടക്ക് കർണാടകമാണ്. കേരളത്തിലെ ആകെ താലൂക്ക് 77 താലൂക്ക്. വേനൽക്കാലത്ത് ശരാശരി എത്ര മഴയാണ് നമുക്ക് ലഭ്യമാകുക? വേനൽക്കാലത്ത് എത്ര മഴ ലഭിക്കും? 40 സെന്റിമീറ്റർ ആണ് കേട്ടോ. എന്നാൽ മഴക്കാലത്ത് അത് 300 സെന്റിമീറ്റർ ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏത്? പർവ്വത മണ്ണാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അക്കാമ ചെറിയാന്റെ ജനനം എവിടെയാണ്? അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ. കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ്. ആഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം എഴുതരുത്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂര്. നമ്മൾ ഇന്നലെ പഠിച്ചു 1909 അല്ലെ? അയ്യങ്കാളിയുടെ നേതൃത്വത്തില് ആദ്യത്തെ കർഷക സമരം വെങ്ങാനൂര് സംഘടിപ്പിക്കപ്പെട്ടു. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്തത് O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുണ്ട്? മനുഷ്യനിൽ എത്ര തരം പല്ലാണ്? 4 തരം പല്ലാണ് അല്ലെ? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണ സ്തരം പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിയുന്നത് പ്ലൂറയാണെങ്കിൽ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്നതാണ് പെരികാർഡിയം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് എന്ന് ആണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് എന്നാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നതും സെറിബെല്ലത്തിലാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗവും സെറിബെല്ലമാണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് കേട്ടോ. സെഹത്ത് എന്ന ടെലിമെഡിസിനുമായിട്ട് സഹകരിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ്? അപ്പോളോ ആണ് അല്ലെ? അപ്പോളോ ഹോസ്പിറ്റലാണ്. രവിശങ്കർ പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകളാണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ആണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ. നെക്സ്റ്റ് വൺ, രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. വൈറ്റമിൻ ജീവകം കെ ആണ്. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടിയത്തിന്റെ ആണ് കേട്ടോ. പ്രോട്ടിയം എന്ന ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2 ആണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം, ഇപ്പൊ നമ്മൾ സോപ്പ് മനസ്സിൽ കാണുക, അത് നമ്മൾ ഒരു കുറച്ച് ജലത്തിൽ ലയിച്ചു. ആ ജലത്തിന്റെ പ്രതലബലം എന്തായിരിക്കും? കുറയാണ് ചെയ്യുന്നത് കേട്ടോ. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് എങ്ങനെയാണ്? മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് എങ്ങനെയാണ്?
അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് കേട്ടോ. മെൻഡലിയേവ്, ഇത് മെൻഡലിയേവ് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ചെയ്തപ്പോൾ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഹെൻറി മോസ്ലി ആണ് കേട്ടോ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം അല്ലെ. സൂര്യപ്രകാശം എപ്പോഴാണ് ഉള്ളത്? പകൽ സമയത്താണ് സൂര്യപ്രകാശം ഉള്ളത്. അപ്പൊ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതായിരിക്കും? ഓക്സിജൻ ആണ് അല്ലെ. ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ഇനി ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ് കേട്ടോ. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് പോവാണ്, എന്നാൽ അവിടെ കിടന്ന ഒരു സാധനം ഇങ്ങനെ നിരങ്ങുന്നുണ്ട്. ആ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം, മാസ് കേട്ടോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ വേണ്ട സമയം, ഇപ്പൊ സൂര്യപ്രകാശമുണ്ട് അല്ലെ, അത് ഭൂമിയിലെത്താൻ വേണ്ട സമയം 8.2 മിനിറ്റ് ആണ്. 8.2 മിനിറ്റ്. നെക്സ്റ്റ് വൺ, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ് കേട്ടോ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് അംഗമാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. കറക്റ്റ് 10 AM ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം PSCയുടെ ഹോട്ട് ടോപ്പിക്സും ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.